ആദ്യമായിട്ട് ഇതിന്റെ ഈശ്വര പ്രാർത്ഥന ശ്രീ നെന്മേനി കൃഷ്ണൻ. അഷ്ടമംഗല്യവും അർഘ്യപാദ്യങ്ങളും അർച്ചനയ്ക്കായിട്ടൊരുക്കി ഞങ്ങൾ ആത്മാവിലായിരം ദീപങ്ങളുമേന്തി ആരാധനയ്ക്കായൊരുങ്ങി നിൽപ്പൂ ആനന്ദ യൂഷത്തിലാറാടി ആരാലണയു കലാകൈരളി നിൻകര വീണതന്നാദം ശ്രവിക്കുവാൻ നിൻ വിശ്വനർത്തനമൊന്നു കാണാൻ നിൻകര വീണതന്നാദം ശ്രവിക്കുവാൻ നിൻ വിശ്വനർത്തനമൊന്നു കാണാൻ നിർനിമേഷാക്ഷരായി നിൽക്കുന്ന ഞങ്ങളിൽ നിർനിമേഷാക്ഷരായി നിൽക്കുന്ന ഞങ്ങളിൽ എന്നും ചൊരിയൂ പ്രസാദപൂരം എന്നും ചൊരിയൂ പ്രസാദപൂരം. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. അതിനുവേണ്ടി ശ്രീ രാജു നാരായണൻ നമ്പൂതിരി മാഷിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമുക്കേവർക്കും പരമേശ്വരേട്ടൻ ശ്രീ തോട്ടക്കാട് പരമേശ്വരൻ നമ്പൂതിരി, ഇന്നത്തെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുവര്യരായിട്ടുള്ള ശ്രീ ടി കെ ചന്ദ്രശേഖരൻ അവർകൾ, ശ്രീ എം ഡി സോമശേഖരൻ സാർ, ശ്രീ കെ പി ബാലമുരളി അവർകൾ, സമാദരണീയരായ ഈ സപ്തസ്വരത്തിൻ്റെ സാരഥി ഗ്രൂപ്പ് അംഗങ്ങളെ, ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഗീത വാസുദേവൻ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സപ്തസ്വര ഗ്രൂപ്പിൻ്റെ ബന്ധുക്കളെ, എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഇവിടെ ഔപചാരികമായ സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്കേ പറയുന്നുള്ളൂ, ഒത്തിരി നീട്ടില്ല. ഈ നമ്മളുടെ സപ്തസ്വരം കൂട്ടായ്മയുടെ ഒരു നാഴികക്കല്ലാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്, സപ്തസ്വര ഗാനമേള. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറായ സപ്തസ്വരത്തിൻ്റെ ഗായക സംഘത്തിനെ ഒന്നാകെ ഞാൻ അഭിനന്ദനം ആദ്യമേ അറിയിക്കുകയാണ്. എത്രയോ നാളായിട്ട് അക്ഷീണം പരിശ്രമിക്കുകയാണ്. കാരണം നമ്മളൊന്നും ചന്ദ്രശേഖർ സാറിനെ പോലെ ചെമ്മാങ്കുടി സ്വാമിയുടെ അടുത്തൊന്നും പോയി പഠിക്കാൻ പറ്റിയ ആളുകളല്ല. ഞങ്ങളുടെയൊക്കെ ചെമ്മാങ്കുടി സ്വാമിമാരൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രചോദനത്തിലാണ് ഞങ്ങളൊക്കെ കേട്ട് പഠിക്കുന്ന പഠിതാക്കളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മഞ്ഞുതുള്ളിയും തിളങ്ങുമല്ലോ, അതുപോലത്തെ ഒരു പ്രകാശമാണ് ഈ സപ്തസ്വരത്തിന് ഉള്ളത്. പക്ഷെ അതിനെ നമുക്കൊന്ന് പ്രൊഫഷണലായിട്ട് ഒരു ഗാനമേള ട്രൂപ്പാക്കി മാറ്റണം എന്ന് ഇതിൻ്റെ സാരഥി ഗ്രൂപ്പ് അതിനൊരു അവസരം തുറന്നു തന്നപ്പോൾ അതിനെ വിനിയോഗിച്ച എല്ലാവർക്കുമാണ് ഞാൻ ആദ്യം അഭിനന്ദനങ്ങൾ പറഞ്ഞത്. ഇപ്പം ഞങ്ങളുടെ പ്രചോദനം ഇന്നത്തെ വിശിഷ്ടാതിഥികളൊക്കെ തന്നെയാണ്. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കില്ല. ഇന്നൊരു സപ്തസ്വര സംഗമം കൂടിയാണ്. ഇതിനു മുമ്പ് നടന്ന സംഗമങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ തെളിഞ്ഞു പോകുന്നു. കന്യാകുമാരിയിൽ നടന്നു, അതിനുശേഷം നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്നു, ഒക്കെ ആയിട്ടുള്ള സംഗമങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു വർഷം കഴിഞ്ഞാണ് സംഗമം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു സംഗമം കഴിഞ്ഞാൽ അതങ്ങോട്ട് തീരുന്നതിനിപ്പോൾ അടുത്ത സംഗമം വരുന്നു, ഒരു യാത്ര കഴിഞ്ഞാൽ അത് തീരുന്നതിനിപ്പോൾ അടുത്ത യാത്ര വരുന്നു, അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ അതിഥികളെ ഇവിടെ പരിചയപ്പെടുത്തേണ്ടവരായിട്ട് സൂര്യൻ വെച്ച് നിൽക്കുമ്പോൾ ഇതാണ് സൂര്യൻ എന്ന് പറയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും
എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബഹുമാന്യനായ പരമേശ്വരേട്ടനെ, ശ്രീ തോട്ടയ്ക്കാട് പരമേശ്വരൻ നമ്പൂതിരിയെ സഹർഷം സദയം സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് ഇന്നത്തെ ഈ ഗാനമേളയുടെ ഉദ്ഘാടനം 3 താരങ്ങളും ചേർന്നാണ് നിർവഹിക്കുന്നത്. അതിൽ ടി.കെ. ചന്ദ്രശേഖർ സാർ നമ്മുടെ ഇതിനു മുമ്പുള്ള കൂട്ടായ്മയിലും പെരുമ്പാവൂർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നാണ്. അദ്ദേഹത്തിന്റെ ഗാനമാധുരി ആസ്വദിക്കാനും നമുക്ക് കഴിഞ്ഞു. ഡോക്ടറൊക്കെ ഒന്ന് അക്കമ്പനി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചന്ദ്രേട്ടനെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു അംഗമായിട്ട് മാറി, സപ്തസ്വരത്തിന്റെ അംഗമായിട്ട് മാറി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം. എങ്കിലും സദസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് മാറിപ്പോകാതിരിക്കാനാണ് കുറിച്ച് വെച്ചത്. നോക്കി തന്നെ പറയാം. അദ്ദേഹം പുത്തൂർ സ്വദേശിയാണ്. തൃശ്ശൂർ അടുത്തുള്ള പുത്തൂർ എന്ന് പറയുന്ന, കോട്ടയ്ക്കലിനടുത്ത്, കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയാണ്. ശരി, കോട്ടയ്ക്കലിനടുത്താണ് ഈ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലം വരിക. അപ്പോൾ അവിടെ അമ്മയാണ് ആദ്യത്തെ ഗുരു. ആ അമൃതാക്ഷരങ്ങൾ പകർന്നു കൊടുത്തത് ഇന്നും സജീവമായി നിലനിർത്തുന്ന സംഗീതജ്ഞനാണ് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത്. സന്തോഷത്തിന് അതിരില്ല. പിന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരിൽ ഇതിൽ ശ്രീ മങ്കട ദാമോദരൻ, അതുപോലെ തന്നെ പരേതനായ KG മാരാർ, ഇവരുടെ പേര് പാല CK സോമശേഖരൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മയിൽ അതൊന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തില്ല. ഈ സംഗീത ആചാര്യന്മാരായിട്ടുള്ള ഞാൻ മുമ്പ് പറഞ്ഞ ചെമ്മാങ്കുടി സ്വാമി, അതുപോലെ തന്നെ ഈ നെയ്വേലി സന്താന ഗോപാലൻ, ഇവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേപതുഷ്ട ശരീരമേ രോമഹർഷ ജായതേ, അവരുടെ പാണ്ഡിത്യം ഓർക്കുമ്പോൾ നമുക്ക് വിറയൽ തോന്നുമെങ്കിലും അവരുടെ സംഗീതം ആലോചിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മുഴുവനും രോമാഞ്ചം വരുന്ന ആളുകളാണ്. അവരുടെയൊക്കെ അടുത്ത് പോയി ഇരുന്ന് പഠിക്കാൻ സാധിക്കുക. അതിനുശേഷം എന്നെ ഏറ്റവും ഹഠാത് ആകർഷിച്ചതെന്ന് പറയുന്നത് ഇനി പറയുന്ന പേരുകളാണ്: ദേവരാജൻ മാസ്റ്റർ, MK അർജുനൻ മാസ്റ്റർ, ജോൺസൺ, ഔസേപ്പച്ചൻ, ഇളയരാജ. അവരോടൊക്കെ ഒപ്പം ഇരുന്നു കൊണ്ട് സംഗീതത്തെ ചിട്ടപ്പെടുത്താനും അതിന് ട്രാക്ക് പാടാനും ഒക്കെ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പുണ്യം ഇല്ല. നമുക്കും ഒരു വലിയ സംഭവമുണ്ട് കേട്ടോ. ധാരാളം ഗാനങ്ങളിൽ, ധാരാളം ചിത്രങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. പല ചിത്രങ്ങളിലും പാടിയത് ജനം പുറത്തറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നിർഭാഗ്യവും കൂടെ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. കാരണം നമുക്കറിയാം അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്, പക്ഷെ വേണുഗോപാലിന്റെ പേരെ എഴുതിയിരിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൊ പാടിയിരിക്കുന്ന ആൾക്ക് അപ്പോൾ തന്നെ കൊല്ലം തോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി എന്നുള്ള പാട്ട്, ആ പാട്ടിന്റെ ട്രാക്ക് പാടിയത് മാഷാണ് പാടിയിരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ സാറേ? അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ പതിഞ്ഞേക്കുന്ന പാട്ടുകൾ പലതിൻ്റെ ശില്പി അദ്ദേഹമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെയുള്ളത് മംഗല്യപ്പല്ലക്ക്, മാനത്തെ വെള്ളിത്തേര്, അങ്ങനെ മായോട് ഭയങ്കര താല്പര്യമാണെന്നാണ് തോന്നുന്നത്. മയൂഖം ഇല്ലേ, നിയോഗം, രസാമകൻ എന്ന് പറയുന്ന മറ്റേ രാസാമകൻ, തമിഴിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നല്ലോ. ഇളയരാജയുടെ സംഗീതത്തിൽ പാടിയേക്കുന്നതാണ് അതിനകത്തുള്ളത്. ഇങ്ങനെയുള്ള ധാരാളം. അപ്പോൾ അതുപോലെ തന്നെ ദൂരദർശന്റെ B ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ഈ ആകാശവാണിയിൽ ആണെന്ന് തോന്നുന്നു അല്ലേ, ബി ഹൈ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ഓക്കെ. അതുപോലെ കർണാടക സംഗീതജ്ഞനാണെന്ന് എല്ലാവർക്കും അറിയാം. ഗസൽ സംഗീതമൊക്കെ അദ്ദേഹത്തിന് ഉള്ളിലുണ്ടെന്നാണ് ഇത് നോക്കിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതൊന്നും എനിക്ക് ആസ്വദിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇതിരിക്കുന്ന പലരും അദ്ദേഹത്തിന് ഗസലൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതാണ്. അതുപോലെ MJ മ്യൂസിക് സോണിലെ ട്രെയിനറാണ്. നമ്മളെയും ട്രെയിൻ ചെയ്യിക്കുമായിരിക്കും, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ട്രെയിനിങ് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്കൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഗീതാ വാസുദേവ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു നട്ടെല്ലാണ്. രചന നിർവഹിച്ച ഒരു ഹരിനാരായണീയം എന്ന് പറയുന്ന ആ ഒരു ആൽബത്തിൻ്റെ സംഗീതം നിർവഹിച്ച് അതിനെ ധന്യമാക്കിയത് ചന്ദ്രശേഖരൻ സാറാണ്. അതുപോലെ തന്നെ ഈ ഭാവഗായകൻ P. ജയചന്ദ്രനെ കൊണ്ട്, അതും ഗീതാവാസുദേവൻ എഴുതിയ ഗാനം തന്നെയാണ്, അത് സംഗീതം നൽകി, അതും നമുക്ക് സംഭാവന നൽകിയത് ചന്ദ്രശേഖരൻ സാറാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ സ്വാഗതം പറയേണ്ടത് നമ്മുടെ ഈ MD ചന്ദ്രശേഖരൻ മാഷിനാണ്, സോമശേഖരൻ മാഷിനാണ്. സോറി കേട്ടോ, 2 പ്രാവശ്യം ഞാനിപ്പോൾ തെറ്റിച്ചു. ഞങ്ങളിത് അദ്ദേഹത്തെ ഗുരുഭൂതൻ എന്ന് അഡീഷണൽ പറയുന്നത് കൃഷ്ണേട്ടൻ്റെ ഗുരുവാണെന്ന് പറയുമ്പോഴാണ്. ഞങ്ങളുടെയൊക്കെ ഗുരുവാണ് കൃഷ്ണേട്ടൻ, ഈ ഗ്രൂപ്പിൻ്റെ ഒരു ലീഡറാണ് കൃഷ്ണേട്ടൻ. അപ്പോൾ ആ കൃഷ്ണേട്ടനെ നിരന്തരം അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഹോൾഡ് സാർ മൈക്ക് വേണം തോന്നുന്നു അല്ലേ?
എനിക്കോ അപ്പോൾ കൃഷ്ണേട്ടനെ അഭ്യസിപ്പിച്ച കൃഷ്ണേട്ടൻ്റെ ഗുരുവായിട്ടുള്ള MD സോമശേഖർ, അദ്ദേഹം നല്ല ഒരു ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ സാംസ്കാരിക കൂട്ടായ്മ നാദബ്രഹ്മം ഫൗണ്ടേഷൻ അതിൻ്റെ പ്രസിഡന്റാണ്. പിന്നെ ഏതാണ്ട് 3-4 പതിറ്റാണ്ടുകളായിട്ട് ഗുരുവായൂർ ഗാനാർച്ചന അങ്ങയുടെ നേതൃത്വത്തിലാണ്, ആ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലല്ലേ ഇത് നടക്കുക. അതിന് ചുക്കാൻ പിടിക്കുക എന്ന് പറയുമ്പോൾ ഗുരുവായൂർ കണ്ണന്റെ മുമ്പിൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പാടുന്നയാള്. അപ്പൊ ആ ഒരു ചൈതന്യവും നമ്മുടെ സപ്തസ്വരം ഗ്രൂപ്പിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. അപ്പൊ ഇനി വരുന്നു അടുത്ത സംഗീത അർച്ചനയ്ക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വളരെ സഹർഷം സവിനയം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മളുടെ KP ബാലമുരളി അദ്ദേഹം, നമുക്കറിയാം KP ഉദയഭാനുവിനെ നമ്മൾ മറക്കില്ലല്ലോ. അദ്ദേഹത്തിന്റെ അനന്തരവനാണ്. അപ്പോൾ ഉദയഭാനു മാഷ് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഒരു വലിയ സിംഹാസനത്തിൽ വിരാജിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരുമകനും ഇപ്പോൾ ഇങ്ങനെ ഒരു സിംഹാസനത്തിൽ ഞങ്ങളുടെ അടുത്ത് കിട്ടി എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ഗീതാ വാസുദേവന്റെ ആ വർക്കുകളിലൊക്കെ അന്ന് വീണയാണെന്ന് അദ്ദേഹം വായിച്ചത്. അത് പറയാൻ കാര്യമുണ്ട്, പല ഇൻസ്ട്രുമെന്റ്സും അദ്ദേഹത്തിന് വീണ, ഫ്ലൂട്ട്, അതുപോലെ തന്നെ ഹാർമോണിയം, തബല ഇതൊക്കെ വായിക്കുന്നയാളാണ്, ഗിത്താർ ഇതൊക്കെ വായിക്കുന്നയാളാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ഏത് ഫ്ലൂട്ട് എന്ന് പറയുന്ന സംഗതി അതൊന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ബാലമുരളി എന്നാണ് പേര്. അങ്ങനെ പേരുള്ള പലരും ഉണ്ട്, പക്ഷെ അവര് മുരളി കൈകാര്യം ചെയ്യില്ല. അപ്പൊ ബാലമുരളി അത്ര ബാല രീതിയിലല്ലാതെ നല്ല രീതിയിലുള്ള മുരളി കൈകാര്യം ചെയ്യുന്ന ഒരു നല്ല കലാകാരനാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പൊ ആ ഒരു രഹസ്യം പരസ്യമാണെങ്കിൽ പോലും ഞാനിവിടെ പരസ്യമാക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് വളരെ സന്തുഷ്ടരാണ് ഈ സംഗീതജ്ഞരുടെ സംഗമം കൊണ്ട്, നമ്മളുടെ ഈ സപ്തസ്വര വാർഷിക സംഗമം. അതെ സിനി ആർട്ടിസ്റ്റ് അതിന്റെ കഥാപാത്രത്തിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷെ ഞങ്ങളുടെ എല്ലാം ഉള്ളിലുള്ള ആ അതുല്യ നടിയുടെ ബാലമുരളി അപർണ ബാലമുരളി തന്നെയല്ല അവരുടെ പേര്. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ഹൃദയം കീഴടക്കിയ നടിയാണ്. അപ്പൊ ആ നടിയുടെ അച്ഛനോടൊപ്പം ഇപ്പൊ കാണാൻ പറ്റിയല്ലോ, വളരെ സന്തോഷം. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സഹർഷം സവിനയം ഈ വേദിയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ സപ്തസ്വര കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കുമാണ്. ഇതില് ഏറ്റവും ആദ്യം ഈ സപ്തസ്വര കുടുംബത്തിലേക്ക് വന്ന സാരഥികൾ ഉൾപ്പെടെ, ഇന്ന് ഏറ്റവും അവസാനമായിട്ട് ജോയിൻ ചെയ്ത ആള് ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളാണ്. നമ്മൾ ഹാൻഡ് ഇൻ ഹാൻഡ് മുന്നോട്ട് പോവുകയാണ്. സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ ഒരുമിച്ച് യാതൊരുവിധ പരിഭവങ്ങളും ഇല്ലാതെ സന്തോഷത്തോടു കൂടി സംഗീതാത്മകമായ യാത്രയാണ് നമ്മളുടെ. എൻ്റെ സഹയാത്രികരെ എല്ലാവരെയും സഹർഷം സവിനയം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അക്ഷരാർത്ഥത്തിൽ ഇതിനെ കുടുംബ സംഗമമാക്കിക്കൊണ്ട് സപ്തസ്വര അംഗങ്ങളുടെ കുടുംബ അംഗങ്ങളും സുഹൃത്തുക്കളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെ എല്ലാവരെയും സഹർഷം സവിനയം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഗാനമേള ട്രൂപ്പിനും സപ്തസ്വരത്തിനും നല്ല മേൽക്കുമേൽ മേന്മയുണ്ടാകട്ടെ എന്ന് വ്യക്തിപരമായ ആശംസ കൂടി നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ശ്രീ പരമേശ്വരൻ തൊട്ടേക്കാൾ അധ്യക്ഷ പ്രസംഗം. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ രാജമാഷ് പറഞ്ഞ പോലെ ഒരു സപ്തസ്വരത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് ആണ്.
2016 ജൂൺ 4-നാണ് സപ്തസ്വരം എന്ന ഗ്രൂപ്പ് പിറവിയെടുത്തത്. അതിൻ്റെ പിതാവ് ഞാനത് പറയാം, അങ്ങനെയാണ് ഉണ്ടാക്കിയത്, മറ്റേ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. പക്ഷെ ഇത് ഇത്രത്തോളം വളർന്ന് പന്തലിക്കും എന്നുള്ളത് അന്നൊട്ടും വിചാരിച്ചില്ല. കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പാടാനൊരു ഉത്സാഹമുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട്, അപ്പൊ എനിക്ക് ഉത്സാഹമുള്ളത് കൊണ്ട് അതിന് പറ്റിയ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി അങ്ങനെ ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പൊ അതങ്ങനെ ക്രമത്തിൽ അങ്ങനെ മറ്റേ അത് പുരോഗതി പ്രാപിച്ചു. അപ്പൊ അതില് വന്നിട്ടുള്ള അംഗങ്ങൾ ഇവരെല്ലാവരുടെയും ഉത്സാഹം കൊണ്ടാണ് അത് ഇത്രയും അത് പുരോഗമിച്ചത്. അങ്ങനെ ഓരോ വർഷം തോറും മറ്റേ സപ്തസ്വര സംഗമവും എല്ലാം ഉണ്ടായി. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഗാനാലാപനം നടത്തി അത് കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിലുപരി ഒരു പരസ്പര കുടുംബ ബന്ധം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഇതുവരെ ഇത്രയും പുരോഗമിച്ചു. പിന്നെ സപ്തസ്വരത്തിൻ്റെ ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കണം എന്നുള്ളൊരാശയം നമ്മുടെ സജീവ അംഗമായ സജീവ മംഗലം, അപ്പു എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ തലേ ദിവസം അത് ഒരു ഔപചാരികമല്ല അങ്ങനെ തുടങ്ങി വെച്ചു. ഒരു ഗാനമേള എന്നുള്ള നിലയ്ക്ക് തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതതിൻ്റെ ഔദ്യോഗികമായിട്ടൊരു ട്രൂപ്പ് രൂപീകരണം എന്നുള്ള നിലയ്ക്ക് ഈ സപ്തസ്വരത്തിൻ്റെ ജന്മമാസം ആയിട്ടുള്ള ജൂണിലാവാം എന്ന് ഉദ്ദേശിച്ചു. അങ്ങനെയാണ് അപ്പൊ ഇന്നിങ്ങനെ ഒരു പരിപാടി വേണമെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഏതായാലും അതിനുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും വളരെയധികം ഉത്സാഹത്തോടു കൂടി പങ്കെടുത്തു. ഇനി അത് കൂടുതൽ വിജയപ്രദമാക്കണം, അതിനുള്ള ശ്രമം നടക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള വിശിഷ്ടാതിഥികൾ, അവരെ പറ്റിയിട്ട് രാജമാഷ് വിശദമായിട്ട് പരിചയപ്പെടുത്തി. അതുകൊണ്ട് എനിക്കും അത് കൂടുതൽ ആവർത്തിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ ഗാനമേള ട്രൂപ്പിൻ്റെ ഉദ്ഘാടനം ഇവർ മൂവരും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിന് വിശിഷ്ടാതിഥികളായ 3 പേരെയും ക്ഷണിച്ചു കൊടുക്കും. കിട്ടിയ എനിക്കത് ശരിയാക്കി കിട്ടിയ റെഡിയാണ്. കയ്യിൽ പേര് വരുന്നുണ്ട് അല്ല ഉദ്ഘാടനം നിർവഹിച്ച 3 പേർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഇവർ ഓരോരുത്തരായിട്ട് ഒരു ആശംസാ പ്രസംഗത്തോടൊപ്പം അവരുടേതായ
ഒരു ഗാനാർച്ചന കൂടി നടത്തി ഈ സദസ്സിനെ ധന്യമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഈ സംഗീത കൂട്ടായ്മയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപിടി നല്ല ഗായകർ, അതുപോലെ ഗാനരചയിതാക്കൾ ഒക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില ആളുകളുടെ ചില വർക്കുകളൊക്കെ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി ഈ ഒരു സംഗീത കൂട്ടായ്മയുടെ കീഴിൽ വളർന്നു വരുന്ന ഈ ഗാനമേള ട്രൂപ്പിൽ എല്ലാ മെമ്പേഴ്സും കഴിയുന്നവരെല്ലാം ഗംഭീരമായി പാടി ജീവിതത്തിൽ അവർ ഈ സംഗീത രംഗത്ത് മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും വിനീത നമസ്കാരം. സപ്തസുരം ഗാനമേള ട്രൂപ്പിൻ്റെ ഔപചാരികമായ ഈ ഉദ്ഘാടന കർമ്മത്തിൽ എനിക്ക് കൂടി സന്നിഹിതനാകുവാൻ അവസരമുണ്ടായതിൽ വളരെയധികം സന്തോഷം. അതിനെന്നെ പ്രാപ്തനാക്കിയ ജഗദീശ്വരനോടും എന്നെ ക്ഷണിച്ച നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം നന്ദി. സംഗീതം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സ്നേഹവുമാണ് എന്നുള്ളത് ഈ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ബോധ്യമാവാണ്. കാരണം ഓരോരുത്തർ അവിടെ ഇവിടെ പാടുന്നു, സ്മീമുകളിൽ പാടുന്നു, വാട്സപ്പിൽ പാടുന്നു, ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നു. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കി കഴിഞ്ഞാൽ വാട്സപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക, നോയിസൻസ് ആയിട്ട് മാറുന്ന അവസ്ഥയാണ്. പക്ഷെ അതിലൂടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ കുറച്ച് കാലങ്ങളായിട്ട്, ഇപ്പോൾ സാറ് പറഞ്ഞാൽ 2016 തുടങ്ങി എന്ന് പറഞ്ഞാൽ ഏകദേശം 5-8 വർഷം പാസ് ചെയ്തു. നല്ല രീതിയിൽ നടന്നു പോകുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം. സംഗീതത്തിന് പല മാനങ്ങളുണ്ട്. അതിൽ ഒരേ ഒരു മാനം ജഗദീശ്വരനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ആ ഒരു ഇതിൽ കോർത്ത പൂക്കളെ പോലെ നല്ല രീതിയിൽ അത് നന്നായിട്ട് കൊണ്ടു നടക്കണമെന്ന് കേൾക്കുന്നതിൽ നല്ല സന്തോഷം. ഇനി ഇതിപ്പോൾ 50 പേരുള്ള ഒരു സംഘടനയാണെന്നാണ് കൃഷ്ണേട്ടൻ പറഞ്ഞത്. 70 അതിന് 700 7,000 ഒക്കെ ആയിട്ട് നല്ലൊരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനുള്ള അവസരം ഉണ്ടാവട്ടെ. പ്രത്യേകം അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. പിന്നെ ചന്ദ്രശേഖരൻ സാറിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാനൊരു വേദി പങ്കിടുന്നത്. പാലമുരളി എന്ന് പറഞ്ഞാൽ സഹോദരനാണോ അല്ലേ? ഒരിക്കൽ നമ്മുടെ ഇന്നസെന്റ് ചോദിച്ചപ്പോൾ നിങ്ങൾ അമ്മ പെറ്റ മക്കളാണോ ഇരട്ട പെറ്റ മക്കളാണോ ചോദിച്ച പോലെ നിങ്ങളുടെ സൗഹൃദം ഒരുപാട് വർഷങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഞാൻ എഴുതിയ കുറേ പാട്ടുകൾ നല്ല രൂപത്തിലേക്ക് ആക്കി തന്ന ഒരാളും കൂടിയാണ് ബാലമുരളി. അങ്ങനെ ഞങ്ങളിങ്ങനെ സംഗീതത്തിലൂടെ ചെറുതായിട്ട് ജീവിച്ചു പോകുന്നു. ഒരു VVIP സ്റ്റാറ്റസ് ഒന്നും ഞങ്ങൾക്ക്, പരിവേഷമൊന്നും ഞങ്ങൾക്ക് അർഹതയില്ലാത്തവരാണ് വാസ്തവത്തിൽ. എന്തായാലും സന്തോഷം. കൃഷ്ണേട്ടനെ പ്രത്യേകം നിങ്ങളെല്ലാവരും ഈ പൊസിഷനിൽ നിർത്തിയിട്ടുള്ളത് കൃഷ്ണേട്ടൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംഗീതത്തിന് ഒരു തരത്തിലുള്ള, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെയിൽ സോങ്ങുകളെല്ലാം പാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫീമെയിലിൻ്റെ സോങ് പാടിക്കൊണ്ടിരിക്കുക, ഫീമെയിൽ സോങ്സ് പാടിക്കായിരിക്കുക. അത്രമാത്രം അതാണ്. നമ്മൾ ഇത് ഉപാസിക്കുന്ന ആൾക്കാരായിട്ട് പോലും നമുക്കൊരു ദിവസം ചില ദിവസമൊക്കെ നമ്മൾ പാടാതെ തന്നെ വിട്ടുപോകുന്നുണ്ട്. പക്ഷെ കൃഷ്ണേട്ടൻ ഒരു ദിവസം പാടാതിരിക്കില്ല. രാവിലെ ഒരു 6-6:30 മണിയാവുമ്പോൾ നമ്മൾ ഈ അമ്പലങ്ങളിൽ നിന്ന് സുപ്രഭാതം കേൾക്കുന്നതിനേക്കാൾ ആദ്യം കേൾക്കുക കൃഷ്ണേട്ടൻ്റെ പാട്ടായിരിക്കും. ഞങ്ങളുടെ മറ്റേ ക്ലാസിൻ്റെ ഗ്രൂപ്പിലൊക്കെ. പിന്നെ മാത്രമല്ല അതിന് പരമാവധി നീതി പുലർത്തിക്കൊണ്ട് കൃഷ്ണേട്ടനാൽ കഴിയുന്ന രീതിയിൽ ഈ പ്രായത്തിന്റെ ഒരു പരിഗണനയും കൊടുക്കണമല്ലോ. അപ്പൊ അത് വെച്ച് ആ ശബ്ദത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. ഏറ്റവും പ്രധാനം ശുദ്ധമായിട്ട് പാടുക എന്നുള്ളതാണല്ലോ. വലിയ വലിയ സംഗതികളുണ്ടോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കേൾക്കുമ്പോൾ കർണാനന്ദകരമാവുന്നത് ശുദ്ധിയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പ്രിയ പത്നി അത് അതിലേറെ വലിയൊരു പുലിയാണ്. ഞാനത് അറിഞ്ഞു കഴിഞ്ഞ വർഷത്തില് ഗീതം സംഗീതത്തിന്റെ ഒരു പ്രോഗ്രാമിൽ പാടാൻ വേണ്ടി കൃഷ്ണേട്ടൻ കൊണ്ടുവന്നു. ഒരു ഡിബേറ്റാണ് പാടുന്നത്. സീതാദേവി സ്വയംവരം ചെയ്തു. അത് നമുക്ക് ഈ പാട്ട് ഇവർ രണ്ടുപേരും കൂടി പാടി കൃഷ്ണേട്ടൻ ഔട്ടായി. അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല വോയിസിന്റെ കറക്റ്റ് കാര്യങ്ങൾ. അപ്പോ അങ്ങനെയൊക്കെ ടാലന്റ് ഉള്ളവർ എത്രയോ പേര്. ഇപ്പൊ നിങ്ങളുടെ പാട്ടുകൾ കേട്ടിട്ടില്ല,
ഇതുപോലെ വീടുകളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കാതെ നിങ്ങൾ വേദികളിൽ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു കൂട്ടായ്മയിലൂടെ ഇതിനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആനന്ദം തന്നെയാണ്. സന്തോഷം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ കൂട്ടായ്മ നാൾക്കുനാൾ വളരട്ടെ. എല്ലാ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അധികം പ്രസംഗം അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും ഈ കൂട്ടായ്മയിൽ എനിക്ക് വരാൻ പറ്റിയതിലും ഞാൻ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ എല്ലാവരും പ്രായം ഇതിനൊരു പ്രശ്നമല്ല സംഗീതത്തിൽ എന്നുകൊണ്ടാണ് നമുക്ക് കണ്ടുവരുന്നത് നമ്മൾ. അപ്പോൾ അത് ഇനിയും നല്ല രീതിക്ക് സോമേട്ടൻ പറഞ്ഞ മാതിരി ഈ 70 എന്നുള്ളത് കുറേ ആൾക്കാർ മെമ്പേഴ്സ് ഇനിയും കൂടി നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിങ്ങനെ തുറന്ന് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു പാട്ട് പാടാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും പാടാം. അദ്ദേഹത്തിന് അത്രയ്ക്ക് വലിയ സുഖമൊന്നുമില്ലെങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം. രാത്തിങ്കൾ പൂത്തായി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. രാത്തിങ്കൾ പൂത്തായി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാലിന്ത കോലായി പൂവേടി പുൽപ്പായി തീർത്ഥമായി നിറഞ്ഞു. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. പാഴികൾ വീഴുമേ കാലുകെട്ടി നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി. മോഹങ്ങൾ മാറാതെ മൂടും മനസ്സിന്റെ നോവുകൾ മാറാതെ മൂടും മനസ്സിന്റെ ശ്രീദേവിയായി. മംഗളപാലയിൽ മലപ്പുഴമായി മണിനാഗിളക്കാൻ രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും. കാവടിയാടുമീ കവിതളും നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും. മാറിലെ മാലയ മധുചന്ദ്രനും മാറിലെ മാലയ മധുചന്ദ്രനും നിന്നെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി. കാവൽപ്പൂവിലെ നീ തൊടുമ്പോ തരണമിൽ സ്വന്തവും തങ്കമായി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാലിലത്തോടായി പൂവേടി പുൽപ്പായി നറുനിലായി
അനുജപതീർത്ഥമായി നീ നിറഞ്ഞു. ഇത് കേശവനൂരി സാറിൻ്റെ വനമാല എന്ന് പറഞ്ഞ ഒരു ആൽബത്തിലെ ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് കേട്ട് കാതില് ദാസേട്ടന്റെ ശബ്ദം നിൽക്കുന്നവരൊന്നും ആഗ്രഹിച്ച് വിലയിരുത്തരുത് ദയവായിട്ട്. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പാടുന്നു. അഷ്ടപതി ഗുരുവായൂരപ്പന്റെ ഇഷ്ടസഖി ജയദേവ ഹൃദയമാം ഇടക്കയിലുണരുന്ന ജന്മാന്തര പ്രേമ നമ്രമുഖി അഷ്ടപതി മേഘത്തിലുണരും ജ്യോതിസ് പോലെ മാറിലേ വനമാല മേഘത്തിലുണരും ജ്യോതിസ് പോലെ മാറിലേ വനമാല വനമാലയിലെ പൂവുകൾ തോറും വസന്തരസലീല ലീലാകാരന്റെ കോലക്കുഴലിൽ പാൽക്കടലോ മുക്തിപ്പാൽക്കടലോ അഷ്ടപതി ജീവാത്മാവിന്റെ രാധയെ വിളിക്കും കാളിന്ദീ പുളിനം ജീവാത്മാവിന്റെ രാധയെ വിളിക്കും കാളിന്ദീ പുളിനം പുളിനം പുളകം കൊള്ളുമ്പോളത് പുഷ്പനികുഞ്ചം നികുഞ്ചത്തിലിരിക്കും പരമാത്മാവിന് നീലനിറം ഇന്ദ്രനീലനിറം അഷ്ടപതി ഗുരുവായൂരപ്പന്റെ ഇഷ്ടസഖി ജയദേവ ഹൃദയമാം ഇടക്കയിലുണരുന്ന ജന്മാന്തര പ്രേമ നമ്രമുഖി അഷ്ടപതി. പവിഴം പോൽ പവിഴാധരം പോൽ ആ പാട്ടാണ് പാടാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മാറ്റിയത് ഈ ശ്രുതി കേട്ടപ്പോൾ വെറും ശ്രുതി മതി എന്ന് വെച്ച് സൃഷ്ടി എന്ന സിനിമയിൽ ഞങ്ങളുടെയൊക്കെ ബാബുക്ക എന്ന് പറയും MS ബാബുരാജ് അദ്ദേഹം സംഗീതം നൽകിയ ദാസാർ പാടിയ പാട്ടാണ്. സൃഷ്ടിതൻ സൗന്ദര്യമുന്തിരിച്ചാറിന കൈക്കുമ്പിൽ നീട്ടുന്നു നീ വേദനയിൽ സർഗവേദനയിലെന്റെ ചേതന വീണരിയുന്നു സൃഷ്ടിതൻ വേദനയാരറിയുന്നു പൂവുകളായിരം കീറി മുറിച്ചു ഞാൻ പൂവിൻ്റെ സത്യം പഠിക്കാൻ ഹൃദയങ്ങളായിരം കൊത്തി നുറുക്കി ഞാൻ ഹൃദയത്തിൻ തത്വം പഠിക്കാൻ ഭൂമിതൻ കന്യയെ കാട്ടിലെറിഞ്ഞു ഞാൻ ഭൂപാലധർമ്മം പുലർത്താൻ 100 വിഗ്രഹം തച്ചു തകർത്തു ഞാൻ
ഒരു പുതുവിഗ്രഹം തീർക്കാൻ 100 സഹോദരരെ കൊന്നു ഞാൻ 5 പേർ കുരുക്ഷേത്രം ജയിക്കാൻ ദീപങ്ങളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു ദീപമേ നീ നയിച്ചാലും ഈ യുഗത്തിൻ ഇതിഹാസത്തിലുണ്ടെൻ്റെ ഈ വീരസാഹസ ചിത്രം ഒരു തത്വശാസ്ത്രത്തിൻ തൈ നട്ടു ഞാൻ എന്നും പിഴുതു നോക്കുന്നു വേരെണ്ണാൻ. അടുത്തതായിട്ട് ഈ അവസരത്തിൽ ഇവിടെ വന്ന നമ്മുടെ വിശിഷ്ടാതിഥികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായിട്ട് സോമൻ മാഷെ നെന്മിനി കൃഷ്ണൻ ആദരിക്കുന്നു. ഒരു കാര്യം എനിക്ക് തോന്നിയത് തരാം. ഞാൻ ഈ വെള്ളത്തട്ടിട്ട് കാണുന്നത് കളർ മാറ്റി. താങ്ക് യു. ഞാൻ എപ്പോഴും വെള്ളയിടുന്നത് ക്ലാസ് എന്നെ പഠിച്ചു നോക്കിയതാ. അടുത്തതായി ശ്രീ ചന്ദ്രശേഖരൻ സാറിനെ ആദരിക്കാൻ വേണ്ടി ശ്രീ രാജു മാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. അടുത്തതായിട്ട് ശ്രീ KP ബാലമുരളിയെ ആദരിക്കാനായി പരമേശ്വരൻ ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ വന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമുക്ക് വളരെ മാധുര്യമൂറുന്ന ഗാനങ്ങളാൽ നമ്മളെ ആനന്ദത്തിൽ ആറാടിച്ച വിശിഷ്ട അതിഥികൾക്ക് നന്ദി പറയുക എന്ന കർത്തവ്യമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ TK ചന്ദ്രശേഖരൻ സാറിനെ തൻ്റെ തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് ഈ പരിപാടി ഗംഭീരമാക്കുവാൻ സഹായിച്ചതിന് ഈ സപ്തസ്വരം കൂട്ടായ്മയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് സോമൻ മാഷിന്, നമ്മുടെ നെന്മേനി കൃഷ്ണേട്ടൻ്റെ ഗുരുവായ ശ്രീ സോമൻ മാഷിന് തൻ്റെ തിരക്കിനിടയിലും ഇവിടെ വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ കാണിച്ച മനസ്സിന് ഞാൻ സപ്തസ്വരം കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. അടുത്തായി ശ്രീ ബാലമുരളി, അദ്ദേഹത്തിനും ഈ സപ്തസ്വരം കൂട്ടായ്മയുടെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ സന്നിഹിതരായ ഓരോ അംഗത്തിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാരഥികൾക്കും എല്ലാവർക്കും
ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. പിന്നെ ഈ ഹോള് അറേഞ്ച് ചെയ്ത്, ഈ മൈക്ക് സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്ത്, ഫുഡ് അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും ഇതൊരു വിജയമാക്കി തീർക്കാൻ സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഇനി നമസ്കാരം. മറ്റേ തിരക്കുള്ളതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. സ്റ്റാൻഡ്